Hi everyone, welcome back to Learning Now. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീനിയർ ആൾജിബ്ര പാർട്ട് 1. അതിൽ ജസ്റ്റ് റിവിഷൻ ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ അതിന്റെ ജസ്റ്റ് ഒരു ഫസ്റ്റ് പോർഷൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിൻ ആയിട്ട് ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്ന പാർട്സ് ഏതൊക്കെയാണ്, മെയിൻ ടോപ്പിക്സ് എന്തൊക്കെയാണ്? അപ്പോൾ അതിൽ ലീനിയർ സിസ്റ്റം ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്. ദെൻ അതിൽ വരുന്നത് റാങ്ക് ഓഫ് എ മെട്രിക്സ്, ഗോസ് എലിമിനേഷൻ മെത്തേഡ്, ഐഗൺ വാല്യൂസ്, ഐഗൺ വെക്ടേഴ്സ്, ഡയഗണലൈസേഷൻ, ഓർത്തോനോർമൽ ട്രാൻസ്ഫോർമേഷൻ അല്ലെ, പിന്നെ കാനോണിക്കൽ ഫോം, ഇതൊക്കെയാണ് മെയിൻ ടോപ്പിക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ബേസിക് ആയിട്ട്, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് പാറ്റേണിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ടൈപ്സ് വരും എന്നുള്ളത് നമുക്ക് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് us start. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ് അല്ലെ. അപ്പോൾ നമുക്കറിയാം ഒരു ലീനിയർ സിസ്റ്റം ഓഫ് m ഇക്വേഷൻസ് ഇൻ n അൺനോൺസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇൻ ടേംസ് ഓഫ്, ഇപ്പൊ നമ്മൾ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് എഴുതുകയാണെങ്കിൽ അതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം: a11x1 plus a12x2 plus etc a1nxn is equal to b1 etc am1x1 plus etc amnxn equal to bm. അപ്പൊ ഇതില് നമുക്ക് ഇവിടെ ആർച്ചസിലെ എല്ലാ ടേംസും 0 ആണെങ്കിൽ അതിനെ പറയുന്നതാണ് ഹോമോജീനിയസ് സിസ്റ്റം. ഓക്കെ, ഇനി ആർച്ചസ് നോൺ സീറോ ആണെങ്കിൽ എന്താ? അത് നോൺ ഹോമോജീനിയസ് സിസ്റ്റം ആണ്. അതിൽ ഓരോ കോഎഫിഷ്യൻസ്, ഇപ്പോൾ x1 x2 എക്സെട്ര, ആ ഓരോ വേരിയബിൾസിന് ഓരോ കോഎഫിഷ്യൻസിനെ മീൻസ് ആ ഓരോ ടേംസിനെയാണ് നമ്മൾ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. ഇനി ഈ x1 x2 എക്സെട്ര എക്സിന്റെ വാല്യൂസ് ഇല്ലേ, ഈ ഇപ്പൊ പറഞ്ഞ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ അതിനെ പറയുന്നത് എന്താണ്? അതാണ് നമുക്ക് സൊല്യൂഷൻ ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ അതിനെ കൺസിസ്റ്റന്റ് എന്ന് പറയും. അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഹാസ് നോ സൊല്യൂഷൻ ദെൻ ഇറ്റ് ഇസ് കോൾഡ് ഇൻകൺസിസ്റ്റന്റ്. Then metric form of the linear system 1. ഇനിയിപ്പോൾ നമ്മൾ ഇതേ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിനെ നമുക്ക് മെട്രിക്സ് ഫോമിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെയാണ്? ax is equal to b. അതായത് a എന്ന് പറയുന്നത് എന്താ? കോഎഫിഷ്യന്റ് മെട്രിക്സ് ആണ്. x എന്ന് പറയുന്നത് അൺനോൺസിന്റെ മെട്രിക്സ്, b എന്ന് പറയുന്നത് ആ കറസ്പോണ്ടിങ് ആർച്ചസിലെ കറസ്പോണ്ടിങ് ടേംസിന്റെ മെട്രിക്സ്, ഓക്കെ, കോൺസ്റ്റൻസിന്റെ മെട്രിക്സ്. സോ a എന്ന് പറയുന്നത് എന്താണ്? കോഎഫിഷ്യന്റ് മെട്രിക്സ്. അപ്പൊ ഇവിടെ a എന്ന് പറയുന്ന മെട്രിക്സ്, അതായത് ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? a into b. a into b എന്നല്ല, മെട്രിക്സ് a b ആണ് വരിക. അതായത് b എന്ന് പറയുന്ന മെട്രിക്സ് അല്ലേ, അതിപ്പോ ഒരു കോളം അല്ലേ, അതെന്ന് പറയുന്നത് നമുക്ക് എയില് ലാസ്റ്റ് കോളം ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ അതിനെയാണ് ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ഇഫ് സപ്പോസ് ax equal to b, അതായത് ax equal to b ആണല്ലോ ജനറൽ ഫോം, അതിൽ b 0 ആണെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അത് ഹോമോജീനിയസ് സിസ്റ്റം ആണ്. b നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് നോൺ ഹോമോജീനിയസ് സിസ്റ്റം ആണ്. ഓക്കെ, ഇനി കൺസിസ്റ്റന്റ് ആവാൻ കോഎഫിഷ്യന്റ് മെട്രിക്സും ഓഗ്മെന്റഡ് മെട്രിക്സ്, അതായത് സപ്പോസ് ax equal to b is consistent if and only if the coefficient matrix a and the augmented matrix ab are of the same rank. അതായത് ഇപ്പൊ റാങ്കിന്റെ ബേസിസിൽ പറയുകയാണെങ്കിൽ നമുക്കിപ്പോ സപ്പോസ് കോഎഫിഷ്യന്റ് മെട്രിക്സ് എയുടെ റാങ്കും ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബിയുടെ റാങ്കും സെയിം ആണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് അല്ലേ ax equal to b, അതെന്തായിരിക്കും? കൺസിസ്റ്റന്റ് ആയിരിക്കും. നമുക്ക് അങ്ങനെയും പറയാം ബേസ്ഡ് ഓൺ ദ റാങ്ക്. ഇനി അല്ലെങ്കിലോ സപ്പോസ് റാങ്ക് ഇസ് നോട്ട് സെയിം, അങ്ങനെയാണെങ്കിൽ സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആണെന്ന് അത് നോക്കിയിട്ട് പറയാൻ പറ്റും. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഗോസ് എലിമിനേഷൻ മെത്തേഡ്. നമുക്കൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡും കൂടിയാണ് ഗോസ് എലിമിനേഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് റൈറ്റ് ദ ഗിവൺ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ ദ മെട്രിക്സ് ഫോം ax equal to b, നേരത്തെ മെൻഷൻ ചെയ്ത ഫോമിൽ എഴുതാം. എന്നിട്ട് ഓഗ്മെന്റഡ് മെട്രിക്സ് കാണിക്കുക അല്ലെ, ഓഗ്മെന്റഡ് മെട്രിക്സ് കണ്ടുപിടിക്കുക. a എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് മെട്രിക്സിലെ ലാസ്റ്റ് കോളം b ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓഗ്മെന്റഡ് മെട്രിക്സ് കിട്ടും. എന്നിട്ട് അതിനെ റെഡ്യൂസ് ചെയ്യാം. ഏത് ഫോമിലേക്കാണ്? അപ്പർ ട്രയാങ്കുലർ ഫോം. ഓക്കെ, അപ്പർ ട്രയാങ്കുലർ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യണം. അതെങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുക? എലിമെന്ററി റോ ഓപ്പറേഷൻസ് യൂസ് ചെയ്തിട്ട് അല്ലെ. ഇനി യൂസിങ് ബാക്ക്വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, അത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. ബാക്ക്വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ സൊല്യൂഷൻ കിട്ടും, അൺനോൺസ് കിട്ടും. അപ്പൊ നമുക്കൊരു പ്രോബ്ലം നോക്കാം. സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ബൈ ഗോസ് എലിമിനേഷൻ മെത്തേഡ്. തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നോക്കാം. 2x plus 3y plus 2z is equal to 5, 3x minus 5y plus 5z is equal to 2, 3x plus 9y minus z is equal to 4, x plus 2y plus z is equal to 3. ഇതിൽ സൊല്യൂഷൻ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന എക്സ് വൈ സെഡ് ആണ് വേരിയബിൾസ് അല്ലെ, അപ്പൊ അതാണ് എക്സ് മെട്രിക്സ്.
അതായത് കോളം മെട്രിക്സ് എക്സ് വൈ സെഡ്. ഇനി എ എന്ന് പറയുന്നത് എന്താ? ഈ കറസ്പോണ്ടിങ് ഓരോ ഇക്വേഷനിലെ കറസ്പോണ്ടിങ് എക്സ് വൈ സെഡ് കോഎഫിഷ്യൻസ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ഓരോ തന്നിരിക്കുന്ന ഇക്വേഷന്റെ എക്സ് വൈ സെഡ് കോഎഫിഷ്യൻസ് എല്ലാം ഇക്വേഷൻസിന്റെയും നമ്മൾ കറക്റ്റ് ഓർഡറിൽ എഴുതാം. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷന്റെ, സെക്കൻഡ് ഇക്വേഷന്റെ, തേർഡ് ഇക്വേഷന്റെ ആൻഡ് ഫോർത്ത് ഇക്വേഷന്റെ കറക്റ്റ് ഓർഡറിൽ ഇവിടെ എക്സ് പിന്നെ വൈ പിന്നെ സെഡ് കോഎഫിഷ്യൻസ് ഉണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ബി എന്ന് പറയുന്നത് RHS തന്നിരിക്കുന്ന ആ വാല്യൂസിന്റെ മെട്രിക്സും എഴുതി. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? നമുക്ക് ഓഗ്മെന്റഡ് മെട്രിക്സ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. ആദ്യം തന്നെ എ ബി, അതായത് എ ഇത്രയും പോർഷൻ എ ആണ്, അതിൽ ലാസ്റ്റ് കോളം ബി ഇൻക്ലൂഡ് ചെയ്യാം. 5 2 4 3. അപ്പൊ നമുക്ക് എ ബി എന്ന് കിട്ടി അല്ലെ. ഇനി ഇതിനെ റെഡ്യൂസ് ചെയ്ത് അപ്പർ ട്രയാങ്കിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു എലിമെന്ററി റോ ട്രാൻസ്ഫോർമേഷൻസ് യൂസ് ചെയ്യണം. എന്താണ് റോ ഓപ്പറേഷൻസ് യൂസ് ചെയ്യാം? അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഈ അപ്പർ ട്രയാങ്കുലർ ഫോം എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഇങ്ങനെ ആയിരിക്കും. ഇവിടെ താഴെ എലമെന്റ്സ് എല്ലാം 0 ആയിരിക്കും. ഓക്കെ, ഇതാണ് അപ്പർ ട്രയാങ്കുലർ ഫോം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എലമെന്റ്സ് ഉണ്ടാവും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടുത്തെ എലമെന്റ്സിനെ നമുക്ക് റെഡ്യൂസ് ടു 0 ആക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റോ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ബേസ് ചെയ്തിട്ട് നോക്കുക. അതായത് ഇപ്പോൾ ഫസ്റ്റ് കേസിൽ R1 ഇന്റർചേഞ്ച് ടു R4. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണം എന്നില്ല. റോ ട്രാൻസ്ഫോർമേഷൻസ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. ബട്ട് ബേസിക്കലി നമുക്ക് എന്താ ആവശ്യമല്ല, നമ്മുടെ നീഡ് എന്താണ്, നമുക്ക് ജസ്റ്റ് അതിനെ അപ്പർ ട്രയാങ്കുലർ ഫോമിലേക്ക് ആക്കണം. സോ ആ കറസ്പോണ്ടിങ് എലമെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? 0 ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ R1 ആൻഡ് R4 ആർ ഇന്റർചേഞ്ച്ഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഈ കേസിൽ നമുക്ക് R1 R4 കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് കേസിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് R2 മൈനസ് 3R1. ഈ R2 മൈനസ് 3R1 എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ R1നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ. 3 into R1 ചെയ്യുക. എന്നിട്ട് R2ത്തെ എലമെന്റ്സിന് എന്ത് ചെയ്യണം? R2 മൈനസ് 3R1 ആക്കണം. അപ്പോൾ പ്രീവിയസ് R2 കൺവേർട്ട് ആയിട്ട് എന്തിലേക്കാവും? R2 മൈനസ് 3R1 ആവും. അപ്പൊ ഇതിൽ ജസ്റ്റ് ഒരെണ്ണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇതിലിപ്പോ നമുക്ക് ഇവിടത്തെ എലമെന്റ്സ് ഇപ്പൊ R2 ട്രാൻസ്ഫോം ടു R2 മൈനസ് 3R1 ആണ് അല്ലെ. അപ്പൊ ഇതാണ് R2 എന്ന് പറയുന്നത്. അപ്പൊ R2ത്തെ ഫസ്റ്റ് എലമെന്റ് എന്താ? 3 ആണ്. സോ നമുക്ക് 3 മൈനസ് 3 ചെയ്താലേ നമുക്ക് 0 കിട്ടുള്ളൂ അല്ലെ. സോ ഇവിടെ 1 ആണ് R1ൽ. R1 നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുക. അതിനെ ചേഞ്ച് ചെയ്യാൻ പാടില്ല, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. കാരണം ആ 1ന് താഴെയുള്ള ഇതുപോലത്തെ ഈ ട്രയാങ്കുലർ ഫോമിലാണ് നമുക്ക് എലമെന്റ്സ് 0 ആക്കേണ്ടത്. സോ ആ 3 എന്ന് പറയുന്നത് 3 മൈനസ് എന്ത് ചെയ്യണം? 3 ചെയ്യണം, എന്നാലും ഫസ്റ്റ് എലമെന്റ് 0 ഉള്ളൂ. അതുകൊണ്ടാണ് 3 into R1 ചെയ്തത്. എന്നിട്ട് R2 മൈനസ് 3R1 ചെയ്തത്. അപ്പൊ ഇനി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ മെട്രിക്സിൽ 3R1ന്റെ എലമെന്റ്സ് ചെയ്താൽ പോവാണ്. സോ 3 into 2 6, 3 into 1 3 and 3 into 3 9. Okay, next R2 3 minus 5 5 2. So R2 minus 3R1 എന്താവും? 3 minus 3 0 minus 5 minus 6 എന്താ വരിക? minus 11. So 3 minus 3 0. ഓരോന്നും മൈനസ് ചെയ്യണം കേട്ടോ. 3 minus 3 0 minus then minus 5 then minus 6 അല്ലേ. minus 5 minus അല്ല 6 ഓൾറെഡി ഉണ്ട്. നമുക്ക് മൈനസ് 5 മൈനസ് 6 ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് 5 ഉണ്ട്. മൈനസ് 5 മൈനസ് 6 ചെയ്യണം. സോ മൈനസ് 11 കിട്ടും. ദെൻ 5 മൈനസ് 3 അല്ലെ. 5 മൈനസ് 3 ചെയ്യുമ്പോൾ 2 കിട്ടും. ദെൻ 2 മൈനസ് 9 ദാറ്റ് ഇസ് മൈനസ് 7. അതുകൊണ്ടാണ് ഇവിടുത്തെ എലമെന്റ്സ് 0 മൈനസ് 11 2 മൈനസ് 7. അതുപോലെ ബാക്കിയും ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഒറ്റ സൈമിൾട്ടേനിയസ് ആയിട്ട് നമ്മൾ 3 ഓപ്പറേഷൻസ് റോ ഓപ്പറേഷൻസ് ചെയ്തിട്ടുണ്ട്. R2 ട്രാൻസ്ഫോം ടു R2 മൈനസ് 3R1, R3 ടു R3 മൈനസ് 3R1, R4 ടു R4 മൈനസ് 2R1. അത് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഫസ്റ്റ് എലമെന്റ് 0 ആവുന്ന രീതിയിലാണ് നമ്മൾ ആ ട്രാൻസ്ഫോർമേഷൻസ് ചെയ്യുന്നത്. ഓക്കെ, ഫൈനലി ഇവിടെ നമുക്ക് ഇത്രയും എലമെന്റ്സ് ഇതെല്ലാം 0 ആയി കിട്ടും അല്ലെ. ഇനി ലാസ്റ്റ് നമുക്ക് ഇതിനെ R4 ചേഞ്ച് ടു മൈനസ് R4. നെക്സ്റ്റ് കേസിൽ R2 ഇന്റർചേഞ്ച് ടു R4. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അത് ആ റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ട് ഫൈനലി അപ്പർ ട്രയാങ്കുലർ ഫോമിലാക്കണം, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് അഗെയിൻ നമ്മൾ 2 ട്രാൻസ്ഫോർമേഷൻ ചെയ്തു. R3 ചേഞ്ച് ടു R3 മൈനസ് 3R2, R4 ചേഞ്ച് ടു R4 പ്ലസ് 11R2. അത് കഴിഞ്ഞിട്ട് R4 ട്രാൻസ്ഫോം ടു 2R4 പ്ലസ് R3. ഓക്കെ, അപ്പോൾ ഇത് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ ഓരോ നമുക്ക് ഓരോ മെട്രിക്സ് കണ്ടാൽ തന്നെ അറിയാം. ഇവിടെ ഇപ്പോൾ ഈ 3 എലമെന്റ്സ് 0 ആണ് അല്ലെ. നെക്സ്റ്റ് നമുക്ക് ഇതിനെ 0 ആക്കണം, പിന്നെ അഗെയിൻ ഇതിനെ 0 ആക്കണം. മനസ്സിലായോ? സോ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഇത്രയും എലമെന്റ്സ് 0 ആയി. ഓക്കെ, ദെൻ ഫൈനലി
നമുക്ക് കറക്റ്റ് ആയിട്ട് അപ്പർ ട്രയാങ്കിൾ ഫോം കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ ഈ കറസ്പോണ്ട് നമുക്ക് കറക്റ്റ് ഇപ്പോൾ കണ്ടോ, ഇത് നോക്കിയാൽ തന്നെ അറിയാം അപ്പർ ട്രയാങ്കിൾ ഫോം ആണെന്ന്. സോ ബാക്കി ഈ ഇത്രയും എലമെന്റ്സ് നമ്മൾ 0 ആക്കി, ബാക്കി എലമെന്റ്സ് നമുക്ക് കിട്ടി. എന്നിട്ട് AX = B എന്ന് പറയുന്ന ഫോമിൽ എഴുതി. ഓക്കെ, ഇതിനെ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യാം. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ ഡീറ്റെയിൽ ആയി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എഗെയിൻ ജസ്റ്റ് ഞാൻ പറഞ്ഞു തരാണ്. അതായത് A × X എന്ന് പറയുന്ന അൺനോൺസിന്റെ = B. ഈ ലാസ്റ്റ് കോളമാണ് നമ്മൾ ബിന്റെ എടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഇതിനെ ഏറ്റവും റെഡ്യൂസ്ഡ് ഫോം ആക്കി. ക്ലിയർ ആയി? ഗോസ് എലിമിനേഷൻ യൂസ് ചെയ്തിട്ട്. അപ്പൊ നമുക്ക് കിട്ടിയ മെട്രിക്സ് എന്താ? 1 2 1 0 1 0 0 0 -4 0 0 0. പിന്നെ XYZ, ദെൻ ലാസ്റ്റ് കോളം എന്ന് പറയുന്നത് 3 -1 -8 0. ഇതിൽ നിന്ന് നമുക്ക് ബാക്ക്വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം. അതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് അല്ലെ? ബാക്ക്വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ബാക്ക്വേർഡ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഏറ്റവും ലാസ്റ്റ് സെറ്റ് ഓഫ് എലമെന്റ്സ് 0 ആണ്. അപ്പോൾ അത് കൺസിഡർ ചെയ്യേണ്ട. നെക്സ്റ്റ് നമുക്ക് കിട്ടുന്നത് ഇതിൽ നിന്ന് നമുക്ക് ഓരോ ഇക്വേഷൻസ് എഴുതാം. അതായത് ഫസ്റ്റ് 1 × X + 2 × Y + 1 × Z അല്ലെ? അതായത് X + 2Y + Z = ഫസ്റ്റ് എലമെന്റ് 3. അതുപോലെ 3 ഇക്വേഷൻസ് കിട്ടും. ശരിയല്ലേ? അപ്പൊ ഇതിൽ നിന്ന് ബാക്കി കിട്ടുന്ന ഇക്വേഷൻസ് എന്താ? സോ ഇവിടെ ബാക്കി കിട്ടുന്നത് ഈ ഒരു കേസിൽ സെക്കൻഡ് റോയില് ആകെ ഒരു എലിമെന്റ് ഉള്ളൂ, വൈക്ക് കറസ്പോണ്ടിങ് 1 × Y = 1. അപ്പോൾ Y = 1 ഓൾറെഡി നമുക്ക് കിട്ടി. നെക്സ്റ്റ് കേസിൽ -4Z = -8 കിട്ടും അല്ലെ? അപ്പൊ അതിൽ നിന്ന് Z = 2 കിട്ടും. ഇനി ഇപ്പൊ ഓൾറെഡി പ്രീവിയസ് ഇക്വേഷനിൽ Y മാത്രമേ ഉള്ളൂ. ചിലതിലൊക്കെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് X Y Z ഒക്കെ കിട്ടാറുണ്ട്, Z കിട്ടാറുണ്ട്. സോ ഇവിടെ Z = 2 കിട്ടി. Y ഓൾറെഡി നമുക്ക് നേരത്തെ കിട്ടിയതാണ്. അപ്പൊ ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് വൈയും സെഡും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സിന്റെ വാല്യൂ കിട്ടും. അപ്പൊ നമുക്ക് കിട്ടിയ റൂട്ട്സ് അതായത് സൊല്യൂഷൻ ആണ് X = -1 Y = 1 Z = 2. ഇതാണ് സൊല്യൂഷൻ. നെക്സ്റ്റ് റോ എക്കലോൺ ഫോം എന്ന് പറയുന്നത് മെട്രിക്സ് is said to be in raw echelon form if it satisfies the following conditions. അതായത് ഒരു മെട്രിക്സ് റോ എക്കലോൺ ഫോമിലാവുന്നത് എപ്പോഴാണ്? all 0 rows are at the bottom. ബോട്ടമിലായിരിക്കും എല്ലാം 0 എലമെന്റ്സ് ഉണ്ടാവുക, 0 rows ഉണ്ടാവുക. The first non-zero entry from left is a 1. ഫസ്റ്റ് non-zero entry from left എന്ന് പറയുന്നത് 1 ആയിരിക്കും. Each leading one is to the right of all leading ones in rows above it. അതായത് ഈ 1 എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള വൺസിന്റെ above ഉള്ള റോസിന്റെ ഫസ്റ്റ് എലിമെന്റ് ലീഡിംഗ് എലിമെന്റ് 1 ആയിരിക്കും. ഇനി a raw echelon matrix is said to be in reduced raw echelon form if in addition it satisfies the following condition. Just അറിഞ്ഞിരിക്കുക. Each leading one is the only non-zero entry. ഓക്കെ, അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. അതായത് നമുക്ക് ബേസിക്കലി റോ എക്കലോൺ ഫോം യൂസ് ചെയ്തിട്ട് നമുക്ക് റാങ്ക് കണ്ടുപിടിക്കാനാണ് വരിക. ഓക്കെ, അപ്പൊ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ദ റാങ്ക് ഓഫ് എ മെട്രിക്സ് ഇസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇൻ ഇറ്റ്സ് ഈക്വലന്റ് റോ എക്കലോൺ ഫോം. അപ്പൊ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിന്റെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്രയാണോ അതായിരിക്കും നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിന്റെ റാങ്ക്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. 3 0 2 2 -6 42 24 54 21 -21 0 -50. ഈ ഒരു മെട്രിക്സിന് ആദ്യം എന്ത് ചെയ്യണം? റോ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു 0 റോസ് എന്ന് പറയുന്നത് എവിടെ ആയിരിക്കണം? ബോട്ടമിലായിരിക്കണം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഗോസ് എലിമിനേഷൻ നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്തില്ലേ? അപ്പൊ എന്തിനായിരുന്നു ഈ പറയുന്ന ഏറ്റവും ബോട്ടം എലമെന്റ്സ് അതായത് നോൺ സീറോ റോസ് ആക്കണം. ക്ലിയർ ആയില്ല? അപ്പൊ നോൺ സീറോ റോസ് ആക്കാൻ ഫസ്റ്റ് രണ്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്യും. R2 is transformed to R2 + 2R1, R3 is transformed to R3 - 7R1. അപ്പൊ നമുക്ക് ഇതുപോലെ മെട്രിക്സ് കിട്ടും. നെക്സ്റ്റ് കേസിൽ R3 എന്ന് പറയുന്നത് എന്താ? 2R3 + R2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതാണ് എലമെന്റ്സ് കിട്ടുക. അപ്പൊ ഇവിടെ ഈ നോൺ സീറോ റോ എന്ന് പറയുന്നത് ബോട്ടമിൽ തന്നെയാണ് കിട്ടിയത് അല്ലെ? അപ്പൊ ഇവിടെ സീറോ റോസ് നമുക്ക് ബോട്ടമിലാണ് കിട്ടിയത്. 0 റോസ് ബോട്ടമിൽ കിട്ടി. അതിനാണ് നമ്മൾ ഈ റോ ട്രാൻസ്ഫോർമേഷൻ എല്ലാം ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് റാങ്ക് കണ്ടുപിടിക്കാം. അതായത് എത്ര നോൺ സീറോ റോസ് ഉണ്ട്? 1 2 അല്ലെ? സോ നമ്പർ ഓഫ് നോൺ സീറോ റോസ് 2 ആണ്. അത് തന്നെയാണ് നമ്മുടെ ഈ മെട്രിക്സിന്റെ റാങ്ക്. നെക്സ്റ്റ് കേസ്, ഇനി കുറച്ച് പോയിന്റ്സ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. AX = B എന്ന് പറയുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൽ റാങ്കിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് കൺസിസ്റ്റൻസി അതിന്റെ സൊല്യൂഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. റാങ്ക് ഓഫ് A നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് AB. അതായത് AB എന്ന് പറയുന്നത് ഓഗ്മെന്റഡ് മെട്രിക്സ് ആണ്. എയുടെയും ABയുടെയും റാങ്ക് നോട്ട് ഈക്വൽ ആണെങ്കിൽ സിസ്റ്റം എന്താ? ഇൻകൺസിസ്റ്റന്റ് ആണ് ആൻഡ് ഹാസ് നോ സൊല്യൂഷൻ. ഓക്കെ, ഇനി സപ്പോസ് രണ്ടിന്റെയും റാങ്ക് സെയിം ആണ്, അത് മാത്രമല്ല ഇറ്റ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് അൺനോൺസ്.
ഓക്കെ, ഇപ്പോൾ സപ്പോസ് 3 ആണ് രണ്ടിൻ്റെയും റാങ്ക്. ഇനി XYZ ആണ് അൺനോൺസ് ഉള്ളത്, സോ അതും 3 ആണ്. അങ്ങനെയാണെങ്കിൽ സിസ്റ്റം എന്താ, കൺസിസ്റ്റന്റ് ആണ്, ഇറ്റ് ഹാസ് എ യൂണിക് സൊല്യൂഷൻ. ഇനിയിപ്പോൾ സപ്പോസ് രണ്ടിൻ്റെയും റാങ്ക് സെയിം ആണ്, പക്ഷെ ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റാങ്ക് എ ബി എന്ന് പറയുന്നത് സപ്പോസ് 2 ആണ്, ബട്ട് നമ്പർ ഓഫ് അൺനോൺസ് ഉണ്ട് 3 ആണ്. അങ്ങനെയാണെങ്കിൽ സിസ്റ്റം എന്താണ്, കൺസിസ്റ്റന്റ് ആണ്, ആൻഡ് ഇറ്റ് ഹാസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. ഓക്കെ, കൺസിസ്റ്റന്റ് ആയിരിക്കും, പക്ഷെ എത്ര സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഹോമോജീനസ് ഇക്വേഷൻസിന്റെ കേസിൽ AX = Bയിൽ നമുക്കറിയാം ഇപ്പോൾ RHS എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. അപ്പോൾ ഹോമോജീനസിന്റെ കേസിൽ റാങ്ക് A = നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ദ ഹോമോജീനസ് സിസ്റ്റം ഹാസ് ട്രിവിയൽ സൊല്യൂഷൻ, അതായത് X = 0 ആണ് സൊല്യൂഷൻ ആയിട്ട് വരിക. ക്ലിയർ ആയല്ലോ. റാങ്ക് A = നമ്പർ ഓഫ് അൺനോൺസ്. ഇനി റാങ്ക് A ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് ആണെങ്കിലോ ഹോമോജീനസ് സിസ്റ്റത്തിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കാം. അതിൽ 3 കേസസും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 3 കേസസ് ഇതുപോലെ നോർമലായിട്ട് സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ചോദിച്ചാലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇതിലത്തെ ഏത് കേസ് വന്നാലും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇതേപോലത്തെ ടൈപ്പ് സ്ഥിരം ചോദിക്കുന്നുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് A and B ഫോർ വിച്ച് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് x + 2y + 3z = 6, x + 3y + 5z = 9, 2x + 5y + 8z = b. It has no solution, unique solution, infinitely many solution. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ബേസിക്കലി ഓഗ്മെന്റഡ് മെട്രിക്സ് AB കാണാം, നേരത്തെ ചെയ്ത പോലെ. അതായത് B എന്ന് പറയുന്നത് Aയിൽ ഇൻക്ലൂഡ് ചെയ്യുക, എന്നിട്ട് റോ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്യുക, അതനുസരിച്ച് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ A and B എന്ന് പറയുന്നത് അൺനോൺസ് ആണ്, മനസ്സിലായി. അൺനോൺസ് പറഞ്ഞെങ്കിൽ വേരിയബിൾസ് അല്ല ഉദ്ദേശിച്ചത്, അൺനോൺ കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് അതിന്റെ വാല്യൂസ് ആണ് കണ്ടുപിടിക്കുന്നത്. എത്ര കേസിൽ, 3 കേസിലും കണ്ടുപിടിക്കണം. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഏതിൻ്റെയാണ്, നോ സൊല്യൂഷൻ കേസ്. ഇപ്പോൾ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ നോ സൊല്യൂഷനിൽ റാങ്ക് ഓഫ് AB മസ്റ്റ് നോട്ട് ബി ഈക്വൽ ടു റാങ്ക് ഓഫ് A, നോട്ട് ഈക്വൽ ടു ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ കിട്ടിയ റെഡ്യൂസ്ഡ് ഫോമിൽ ഇതാണ് A, ഇതാണ് B അല്ലേ. സോ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്ന് പറയുന്നത് ഇപ്പോൾ Aയിൽ എത്രയാണ്, 3 ആണ്, Bയിലും 3 ആണ്, ശരിയല്ലേ. ഇപ്പോൾ 3 റോസ് ഉണ്ട്, ഇവിടെ 3 റോസ് ഉണ്ട്. സോ A and Bയിൽ 3 ആണ്. അപ്പോൾ നോട്ട് ഈക്വൽ ടു ആവണമെങ്കിൽ എന്തായിരിക്കണം കണ്ടീഷൻ, A - 8ന് 0 കൊടുക്കാം. അപ്പോൾ നമ്മുടെ റാങ്ക് ഓഫ് A എലമെന്റ്സ് എന്താവും, 1 2 3 0 1 2 0 0 0 അല്ലേ. പിന്നെ B എന്ന് പറയുന്നത് 6 3 B - 15. ഇനി B - 15 നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. എന്താ കാരണം, നമ്മളിപ്പോൾ A - 8 = 0 കൊടുക്കാൻ പോകണം. അപ്പോൾ റാങ്ക് ഓഫ് A എന്ന് പറയുന്നത് ഇതിപ്പോൾ റെഡ്യൂസ്ഡ് ആയി, നമ്പർ ഓഫ് നോൺ സീറോ റോസ് 2 ആയി. ക്ലിയർ ആയി. അപ്പോൾ 2 നോട്ട് ഈക്വൽ ടു 3 അല്ലേ, Bയുടെ 3 അല്ലേ. സോ 3 ആവണമെങ്കിൽ ഈ B എന്ന് പറയുന്ന മെട്രിക്സിന്റെ എലിമെന്റ്സ് 3 ആവണമെങ്കിൽ ലാസ്റ്റ് എലിമെന്റ് ഇറ്റ് മസ്റ്റ് നോട്ട് ബി ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ B - 15 നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ നമ്മൾ എടുക്കാൻ പോകും. ക്ലിയർ ആയല്ലോ. A - 8 = 0 ആൻഡ് B - 15 നോട്ട് ഈക്വൽ ടു 0. അതിൽ നിന്ന് A = 8 കിട്ടി, B നോട്ട് ഈക്വൽ ടു 15 കിട്ടി. ക്ലിയർ ആയല്ലോ. ഇപ്പോൾ ഫസ്റ്റ് യൂണിക് സൊല്യൂഷൻ, നോ സൊല്യൂഷൻ നമ്മൾ ഓൾറെഡി പ്രീവിയസ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തു. ഇനി യൂണിക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ റാങ്ക് AB ഷുഡ് ബി ഈക്വൽ ടു റാങ്ക് A ആണ്. ഓക്കെ, അപ്പോൾ Aയുടെ റാങ്കും ABയുടെ റാങ്കും സെയിം ആയിരിക്കണം, വിച്ച് മസ്റ്റ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് അൺനോൺസ് എത്രയാണ്, 3 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് റാങ്ക് ABയുടെ 3 ആവണമെങ്കിൽ A - 8 ആ ലാസ്റ്റ് എലമെന്റ് എന്തായിരിക്കണം, നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ക്ലിയർ ആയല്ലോ. അതായത് എയുടെ ആണെങ്കിലും ABയുടെ ആണെങ്കിലും ലാസ്റ്റ് എലമെന്റ് A - 8 ആണ്, ദാറ്റ് മസ്റ്റ് നോട്ട് ബി ഈക്വൽ ടു 0 എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അപ്പോൾ A നോട്ട് ഈക്വൽ ടു 8 ആണ്, B ഏത് വാല്യൂ എടുത്താലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ സപ്പോസ് നമുക്ക് ആ ഒരു ടേം 0 ആയി കഴിഞ്ഞാലും കുഴപ്പമില്ല, കാരണം നമുക്ക് A - 8 എന്തായാലും 0 ആവാൻ പാടില്ല. അത് 0 ആയി കഴിഞ്ഞാൽ A എന്ന് പറയുന്ന മെട്രിക്സിന്റെ ആ എലമെന്റ് 0 ആയി പോകും. അപ്പോൾ റാങ്ക് 2 ആയി. ഓക്കെ, അപ്പോൾ 3ന് ഈക്വൽ ആവില്ല. ഇനി ലാസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണ്. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷനിൽ റാങ്ക് AB മസ്റ്റ് ബി ഈക്വൽ ടു റാങ്ക് A ബട്ട് വിൽ ബി ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് ആണ്. അതായത് നമ്പർ ഓഫ് അൺനോൺസ് 3 ആണെന്ന് അറിയാം. അപ്പോൾ ആ കേസിൽ ലെസ് ദാൻ ആണ് നമുക്ക് കണ്ടീഷൻ വരേണ്ടത്. ലെസ് ദാൻ ആയതുകൊണ്ട്, അതായത് ഇപ്പോൾ നമുക്ക് 3 ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ 3 ലെസ് ദാൻ കേസ്, നമുക്കിപ്പോൾ ലെസ് ദാൻ കേസ് വരണമെങ്കിൽ 2 ആണ് പോസിബിലിറ്റി ഉള്ളത്. അപ്പോൾ 2 ആവണമെങ്കിൽ ആ പറഞ്ഞ ലാസ്റ്റ് 2 എലമെന്റ്സും എന്താവണം, 0 ആണ്. A - 8ഉം 0 ആണ്, B - 15ഉം 0 ആണ്. അതിൽ നിന്ന് A = 8, B = 15. ഇങ്ങനെ 2 വാല്യൂസ് നമുക്ക് കിട്ടും. ക്ലിയർ ആയല്ലോ. ഈ 3 കേസസിലും A ആൻഡ് Bയുടെ 3 ഡിഫറെന്റ് കണ്ടീഷൻസ് നമ്മൾ നോക്കി. നെക്സ്റ്റ് ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടേഴ്സ്. ഇത് വേറൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്, സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട്
ഫൈൻഡ് ഔട്ട് ഡിറ്റർമിൻ ദ ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടേഴ്സ് എന്നായിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ആസ് എ പാർട്ട് ഓഫ് എനി അതർ ക്വസ്റ്റ്യൻ, എസ് എ ക്വസ്റ്റ്യൻ, അതായത് ഇപ്പോൾ സപ്പോസ് ഡയഗണലൈസേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓർത്തോനോമൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ കാനോണിക്കൽ ഫോം കണ്ടുപിടിക്കാൻ, അപ്പോൾ അതിനൊക്കെ ഈ പറയുന്ന ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടേഴ്സ് നമുക്ക് എന്തായാലും കണ്ടുപിടിക്കണം. സോ ദിസ് ഫോംസ് എ മെയിൻ ടോപ്പിക് ഇൻ ദിസ് ലീനിയർ ആൾജിബ്ര. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഐഗൺ വാല്യൂസും ഐഗൺ വെക്ടേഴ്സും കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ മെട്രിക്സ് എ എന്ന് പറയുന്നത് AIJ n/n ഓർഡറിൽ ഒരു നോൺ സീറോ സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പോൾ AX = λx എന്ന് പറയുന്ന ഒരു വെക്ടർ ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൽ എക്സ്, അതായത് നോൺ സീറോ എക്സും ലാംഡാസും, അതായത് AX = λx സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ടു ഫൈൻഡ് ദ നോൺ സീറോ എക്സ് ആൻഡ് ലാംഡാസ്, മനസ്സിലായല്ലോ, എക്സും പിന്നെ ലാംഡയുടെയും നോൺ സീറോ വാല്യൂസ് കണ്ടുപിടിക്കണേ നമ്മൾ ഐഗൺ വാല്യൂ പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ലാംഡ എന്ന് പറയുന്നത് എന്താ, അൺനോൺ സ്കെയിലാർ ആണ്. എക്സ് എന്ന് പറയുന്നത് എന്താ, അൺനോൺ വെക്ടർ ആണ്. അപ്പോൾ AX = λx ചെറിയ റീഅറേഞ്ച്മെന്റ് ചെയ്യുക, അതായത് A - λ × I, അതായത് നമുക്കിപ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. A - λ × x = 0 ഈ ഒരു ഫോമിലാക്കിയിട്ട് ഇതിനാണ് ലീനിയർ ഹോമോജീനസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് എ നോൺ ട്രിവിയൽ സൊല്യൂഷൻ. നോൺ ട്രിവിയൽ പറഞ്ഞാൽ എന്താ, x not equal to 0 ആണ്. ഓൺലി ഇഫ് ഡിറ്റർമിനന്റ് A - λI = 0. അതായത് A - λI = 0 എന്ന് പറയുന്ന ഇക്വേഷനിൽ അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന സിസ്റ്റം ഓഫ് ലീനിയർ ഹോമോജീനസ് ഇക്വേഷന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാവും. ഇനി ഇപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ, അപ്പോൾ ഈ ഒരു ഇക്വേഷനെ പറയുന്നതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അതിന് വേറൊരു ടേം കൂടി ഉണ്ട്, ലാറ്റന്റ് ഇക്വേഷൻ. സപ്പോസ് ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആവണ്ട, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ വേറൊരു പേരാണ് ലാറ്റന്റ് ഇക്വേഷൻ. ഇനി റൂട്ട്സ് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, ഇപ്പോൾ എഴുതിയ ഇക്വേഷന്റെ റൂട്ട്സ്, അതിനെയാണ് ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അതിന്റെ വേറൊരു പേരാണ് ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ഓർ ലാറ്റന്റ് വാല്യൂസ്. ഇനി നമ്മൾ സൊല്യൂഷൻ x not equal to 0, അതായത് സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കില്ല x not equal to 0, അതിനെയാണ് ഐഗൺ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കില്ലേ, ഓരോ ഐഗൺ വാല്യൂസിനനുസരിച്ച് ഓരോ ഐഗൺ വെക്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനെ വേറെ പറയുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് വെക്ടർ. ഇനി നമുക്ക് എങ്ങനെയാണ് ഐഗൺ വാല്യൂസും ഐഗൺ വെക്ടേഴ്സും കണ്ടുപിടിക്കുക ഒരു മെട്രിക്സിനെ നോക്കാം. ഫൈൻഡ് ദ ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടേഴ്സ് ഓഫ് ദ മെട്രിക്സ് A 3 5 3 0 4 6 0 0 1. അപ്പോൾ ഇതിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ആദ്യം എഴുതുക, ഡിറ്റർമിനന്റ് ഓഫ് A - λI = 0. അപ്പോൾ A - λI എന്ന് പറയുമ്പോൾ ലാംഡ × I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ I എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഇതിന്റെ ഓർഡർ നമ്മൾ കറസ്പോണ്ടിങ് തന്നിരിക്കുന്ന മെട്രിക്സിന് ഓർഡർ ചൂസ് ചെയ്യാം. സോ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡയഗണൽ എലമെന്റ്സ് ഇതുപോലെ 1 ആയിരിക്കും അല്ലെ, 0 0 0 1 0 0 0 1. അപ്പോൾ 3/3 ഓർഡറിലുള്ള നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിന്റെ അതേ ഓർഡറിലുള്ള ഐഡന്റിറ്റി മെട്രിക്സ് എടുത്ത്, ഇനി ലാംഡ I എന്ന് പറയുന്നത് ലാംഡ മൾട്ടിപ്ലൈ ചെയ്യുക I കൊണ്ട്. സോ നമുക്ക് ഇനി ഈ ലാംഡനെ കറക്റ്റ് ആയിട്ട് ഓരോ എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കറിയാം ഇതെന്ത് വരും, ലാംഡ ആ ഡയഗണൽ എലമെന്റ്സിൽ മാത്രം ലാംഡ വരും, ബാക്കി എല്ലായിടത്തും 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ A - λI ഇനി ചെയ്യുമ്പോൾ A എന്ന് പറയുന്നത് 3 5 3 ആണ്, 0 4 6 0 0 1. ഇത് മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് എലമെന്റ്സ് മൈനസ് ചെയ്യാം. സോ 3 - λ, അപ്പോൾ കറക്റ്റ് ആ ഡയഗണൽ എലമെന്റ്സ് ആണ് - λ വരിക. 4 - λ 1 - λ. അപ്പോൾ അതാണ് 3 - λ 4 - λ 1 - λ ഇതുപോലെ ഡയഗണൽ എലമെന്റ്സ് ആയിട്ട് വന്നത്. നെക്സ്റ്റില് 5 - 0, ബാക്കി എല്ലാ എലമെന്റ്സ് സെയിം ആയിരിക്കും അല്ലെ, കാരണം -0 ചെയ്ത് കഴിഞ്ഞാൽ സെയിം എലമെന്റ് തന്നെ കിട്ടും. അപ്പോൾ ബാക്കിയെല്ലാം Aയിലത്തെ സെയിം എലമെന്റ്സ് ആയിരിക്കും വരിക. So 5 3 0, then 6 വന്നു 0 0 വന്നു. This is equal to 0, അതായത് ഡിറ്റർമിനന്റ് A - λI = 0 ആണ് അല്ലെ. ഇനി ഇതിൽ നിന്ന് ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കാം. നമുക്കറിയാലോ ഡിറ്റർമിനന്റ് എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് ടേം ഏതാ, 3 - λ × 4 - λ × 1 - λ -6 × 0 അല്ലെ. നമ്മൾ സാധാരണ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെ സെക്കൻഡ് എലമെന്റ് മൈനസ് കൊടുക്കുക, -5 × എന്നിട്ട് ആ എലമെന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റോ ആൻഡ് കോളം ഇഗ്നോർ ചെയ്തിട്ട് ബാക്കിയുള്ളതിന്റെ ജസ്റ്റ് ഇതുപോലെ ക്രോസ് പ്രൊഡക്റ്റ് അല്ലെ, ക്രോസ് പ്രൊഡക്റ്റ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്നിട്ട് ഈക്വൽ ടു 0 കൊടുക്കാം കേട്ടോ. ഡിറ്റർമിനന്റ് A - λI = 0. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഇക്വേഷൻ ഫോം ഇൻ ടേംസ് ഓഫ് ലാംഡ കിട്ടും അല്ലെ. അതിനെ ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് λ³ - 8 λ² + 19 λ - 12 = 0 കിട്ടും. സോ ഇവിടെ ഐഗൺ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷൻ തേർഡ് ഡിഗ്രിയിലാണ്.
അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രയൽ ആൻഡ് എറർ പോലെ ലാംഡ ഇസ് ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കത് റൂട്ട് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം ലാംഡ 1 കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ 0 ആവും. സോ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ്. എന്നിട്ട് ഈ 1 എന്ന് പറയുന്ന റൂട്ട് വെച്ചിട്ട് നമ്മൾ ഈ ഇക്വേഷനെ ഒരു ഓർഡർ ഡിഗ്രി കുറയ്ക്കാൻ പോകണം. ഓക്കെ, നമുക്ക് റൂട്ട്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, തേർഡ് ഡിഗ്രി ഇക്വേഷൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു റൂട്ട് വെച്ചിട്ട്. ഓക്കെ, ഒരു റൂട്ട് കിട്ടിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. സോ തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ കോയിഫിഷ്യൻസ് ലാംഡ ക്യൂബ്, ലാംഡ സ്ക്വയർ, ലാംഡ പിന്നെ കോൺസ്റ്റന്റ് കറക്റ്റ് ആയിട്ട് ഓർഡറിൽ എഴുതാം. എന്നിട്ട് ഈ കിട്ടിയ ഒരു റൂട്ട് ഉണ്ടല്ലോ അത് ഇവിടെ എഴുതാം. എന്നിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് ബാക്കി ടേംസ് കണ്ടുപിടിക്കുക. അതായത് ഇപ്പോൾ ഫസ്റ്റ് ടേം അങ്ങനെ തന്നെ എഴുതി, 1 താഴെ ഇറക്കി എഴുതി. 1 × 1 1 ആണ്, അത് നെക്സ്റ്റ് എലമെന്റ് ആയിട്ട് എഴുതുക, നെക്സ്റ്റ് എലമെന്റ് താഴെ ആയിട്ട് എഴുതുക. എന്നിട്ട് ഇത് രണ്ടും ആഡ് ചെയ്യുക. -8 + 1 -7. എഗെയിൻ 1 × -7 ചെയ്യുക, നെക്സ്റ്റ് എലമെന്റ് താഴെ എഴുതുക, രണ്ടും കൂടി ആഡ് ചെയ്യുക, അപ്പോൾ 12 കിട്ടും. എഗെയിൻ 1 × 12 ചെയ്യുക, നെക്സ്റ്റ് എലമെന്റ് താഴെ എഴുതുക, 12 -12 + 12 0. സോ കറക്റ്റ് ആയിട്ട് ലാസ്റ്റ് എലമെന്റ് 0 എന്ന് പറഞ്ഞാൽ കറക്റ്റ് എക്സാക്ട്ലി ഡിവിസിബിൾ ആണ് കിട്ടി. ഇനി നമുക്ക് കിട്ടിയ ഈ എലമെന്റ്സ് ഇപ്പോൾ ഈ കിട്ടിയ എലമെന്റ്സിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് കോയിഫിഷ്യൻസ് ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി കോയിഫിഷ്യൻസ് ആയി എഴുതുമ്പോൾ ഇനി കിട്ടുന്ന ഇക്വേഷന്റെ കോയിഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രി കുറവായിരിക്കും. ലാംഡ ക്യൂബിൻ്റെ അല്ലേ നേരത്തെ ചെയ്തത്, അതിപ്പോൾ നമുക്ക് ലാംഡ സ്ക്വയർ പിന്നെ ലാംഡ ദെൻ എ കോൺസ്റ്റന്റ്. ഓക്കെ, ഇപ്പോൾ ലാംഡ സ്ക്വയറിന്റെ കോയിഫിഷ്യൻ പറയുന്നത് 1. അപ്പോൾ ലാംഡ സ്ക്വയറിനെ ഇനി -7 ലാംഡ ദെൻ +12. ഓക്കെ, സയൻസ് ശ്രദ്ധിച്ച് എഴുതണം. സോ ഇതാണ് ഇക്വേഷൻ. ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 3ഉം 4 ആണ് റൂട്ട്സ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി ഐഗൺ വാല്യൂസ് കിട്ടി 1 3 4. ഇനി ലാംഡ ഇസ് ഈക്വൽ ടു 1 കറസ്പോണ്ടിങ് ഒരു ഐഗൺ വെക്ടർ കിട്ടും, അത് x1, അത് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ a - i × x = 0 ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ a - i എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന a മെട്രിക്സ് അല്ലേ, അത് -i ചെയ്യുമ്പോൾ എയിലത്തെ ഡയഗണൽ എലമെന്റ്സ് മൈനസ് i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണൽ എലമെന്റ്സിൽ മാത്രമേ 1 ഉള്ളൂ. സോ എയിലത്തെ ഡയഗണൽ എലമെന്റ്സ് -1 ചെയ്യുക, ബാക്കി എല്ലാ എലമെന്റ്സും സെയിം ആയിരിക്കും. എയിലെ ഇൻറ്റു x വന്ന അൺനോൺസിന്റെ ഇസ് ഈക്വൽ ടു 0. ഇനി ഇത് നിന്ന് ഇക്വേഷൻ കണ്ടുപിടിക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ 2x + 5y + 3z ഇസ് ഈക്വൽ ടു 0. അഗെയിൻ 3y + 6z ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ x ഇല്ല, പക്ഷേ ഞാൻ 0x എന്ന് ജസ്റ്റ് എഴുതുകയാണ്. ഇനി നമുക്ക് എക്സിന്റെയും വൈയുടെയും സെഡിന്റെയും താഴെ ഡിറ്റർമിനന്റ് ഫോമിൽ നമുക്ക് ഐഗൺ വെക്ടേഴ്സ് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് എക്സ് ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എക്സിന്റെ നമ്മൾ ടേംസ് മാറ്റി പിടിച്ചിട്ട് ബാക്കി വൈയുടെയും സെഡിന്റെയും കോഎഫിഷ്യൻസ് എഴുതാം. സോ ഫസ്റ്റ് കേസിൽ 5 3, നെക്സ്റ്റ് കേസിൽ 3 6. ഓക്കെ, എന്നിട്ട് ക്രോസ് പ്രോഡക്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. 5 × 6 30, 30 - 3 × 3 9. സോ 30 - 9 അല്ലേ. നെക്സ്റ്റ് കേസിൽ -y ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ്, അപ്പോൾ വൈയുടെ മാത്രം മാറ്റി നിർത്തിയിട്ട് എക്സിൻ്റെയും സെഡിൻ്റെ എഴുതാം. സോ 2 3 0 6. അതുപോലെ ലാസ്റ്റ് സെഡിൻ്റെ അതുപോലെ വരും അല്ലേ, എക്സിൻ്റെ വൈയുടെ എഴുതാം 2 5 0 3. ഓക്കെ, ഇപ്പോൾ ഇത് കറസ്പോണ്ടിങ് നമുക്ക് ടേംസ് കിട്ടും. x/21 ഇസ് ഈക്വൽ ടു -y ബൈ, അതായത് y/-12 ആക്കി ഈക്വൽ ടു z/6. ഇതിൽ കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ എലിമിനേറ്റ് കളയാം. ഇപ്പോൾ സിംപ്ലസ്റ്റ് ഫോം എന്താ പറയുക, x/7 ഇസ് ഈക്വൽ ടു y/-4 ഈക്വൽ ടു z/2. അപ്പോൾ ഈ താഴെ കിട്ടിയ എലമെന്റ്സ്, താഴെ കിട്ടിയിരിക്കുന്ന ടേംസ് ആണ് നമുക്ക് വെക്ടർ ആയിട്ട് കിട്ടുക. 7 - 4 2. അതുപോലെ തന്നെയാണ് ലാംഡ ഇസ് ഈക്വൽ ടു 3ക്ക് കറസ്പോണ്ടിങ്. അപ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു 3 ആവുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ a - ലാംഡ i ഇൻറ്റു x ഈക്വൽ ടു 0 ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് കേസിൽ a - ലാംഡ 1 ആയതുകൊണ്ട് a - i ഇൻറ്റു x വന്നു. ഇവിടെ ഇപ്പോൾ ലാംഡ 3 ആയതുകൊണ്ട് a - 3i ചെയ്യണം ഇൻറ്റു x ഈക്വൽ ടു 0. സോ 3 × i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡയഗണൽ എലമെന്റ്സ് 3 ആയിരിക്കും. ഓക്കെ, ബാക്കി നമുക്ക് 0 ആണ് വരിക. സോ അതനുസരിച്ച് എയുടെ കറസ്പോണ്ടിങ് ഡയഗണൽ എലമെന്റ്സ്, എയുടെ ഡയഗണൽ എലമെന്റ്സ് എന്താണോ അത് -3 ചെയ്യാം. ക്ലിയർ ആയോ? അങ്ങനെ ചെയ്ത് എഴുതിയിട്ടുള്ളതാണ് 0 5 3 0 1 6 0 0 -2 ഇൻറ്റു x ഈക്വൽ ടു b. ഇതിൽ നിന്ന് നേരത്തെ ചെയ്ത പോലെ സെയിം തന്നെ കേട്ടോ. അതായത് x/-y/z/ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഐഗൺ വെക്ടർ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലാക്കുക. ഇവിടെ ഇപ്പോൾ 27 0 0 ആണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ 27 എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ /27 ചെയ്താലും 27 0 0 /27 ചെയ്താലും നമുക്ക് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. സോ കാരണം ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതാൻ പറ്റും. സോ 1 0 0, അതുകൊണ്ടാണ് ഇതിനെ സിംപ്ലിഫൈഡ് ആയി എഴുതിയത്. ലാസ്റ്റ് കേസ് 3 എന്ന് പറയുന്നത് ലാംഡയെ കൊണ്ട് 4 കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് 5 1 0. അപ്പോൾ നമുക്ക് കിട്ടിയ ഐഗൺ വെക്ടേഴ്സ് ആണ് ഈ 3 സെറ്റ്. Thank you.